ഒരിക്കലും നിങ്ങൾ മേടിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യാത്ത കുറച്ച് പ്രോഡക്ട്സ് കാണിച്ചു തരാം. ആൻഡ് ഈ പ്രോഡക്ട്സ് മേടിച്ചാൽ ഞാൻ ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ട്രെൻഡിങ് ലിസ്റ്റ് നമ്പർ 1 നിന്നൊരു പ്രോഡക്റ്റ് ആയിരുന്നു മേബിലിൻ്റെ ഒരു ടെഡി ടെൻറ്റ്. ആൻഡ് ഇതൊരു വൻ ഫ്ലോപ്പ് പ്രോഡക്റ്റ് ആയിരുന്നു. ഇത് നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എന്നെ പോലെ പിഗ്മെൻറ്റഡ് ലിപ്സ് ആണെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഒന്നും കവർ ആകത്തില്ല, എല്ലാം വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഭയങ്കര സ്റ്റിക്കിയാണ്, ഒട്ടും കംഫർട്ടബിൾ അല്ല. ഇങ്ങനെ ഇടുന്നെല്ലാം ഇളകി വരും, ഇങ്ങനെ സ്റ്റിക്കി ആയിക്കൊണ്ടിരിക്കും. ഈ ഒരു പ്രോഡക്റ്റ് ഇട്ട് പുറത്ത് പോകാനേ തോന്നില്ല. ഇത് ജസ്റ്റ് ഒരു വേസ്റ്റ് ഓഫ് മണിയാണ്. പാക്കേജിങ് കൊള്ളാം, കാണാൻ ക്യൂട്ടാണ്, പക്ഷേ പ്രോഡക്റ്റ് ഇസ് നോട്ട് ഗുഡ്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ തരുന്നത് എൻ്റെ മാത്രം ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ചിലപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഇഷ്ടമായിട്ടുള്ളവരുണ്ടാകും, പക്ഷേ എനിക്ക് ഇതൊന്നും വർക്ക് ആയതുമില്ല, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതുമില്ല. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് മാഴ്സിൻ്റെ ഈ ഒരു കൺസീലർ പാലറ്റാണ്. ഇതിലെ ഷെയ്ഡ് റേഞ്ചസ് ഒക്കെ അടിപൊളിയാണ്, ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്, കാണാൻ സൂപ്പറാണ്. പക്ഷേ ഇത് ഭയങ്കര ക്രീമിയാണ്, ഒട്ടും സെറ്റ് ആവത്തേ ഇല്ല. ഇതിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തു, വലിയ കവറേജ് ഒന്നുമില്ല, ലൈറ്റായിട്ട് കവർ ആവത്തേ ഉള്ളൂ, നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വിസിബിൾ ആണ് സ്റ്റിൽ. ഓക്കെ, ഞാനത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇനി ഞാനിപ്പോൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാണ്, ഫോൺ വെച്ചു, അത് ഫുള്ള് ഫോണിലാവും. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫോൺ വെച്ചു, ഫോൺ വിളിക്കുകയാണ്, ഫോണിൽ സംസാരിച്ചു. ഓക്കെ, സംസാരിച്ച് കഴിഞ്ഞ് ഫോൺ എടുക്കുമ്പോൾ ഈ പ്രോഡക്റ്റ് ഫുള്ള് ഫോണിലുണ്ട്, കണ്ടോ? ഇങ്ങനെ ഇപ്പോൾ കൈ ആണെങ്കിൽ കയ്യിലാകും, കൈ വെച്ചാൽ കയ്യിലാവും, എല്ലായിടത്തും ഇങ്ങനെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടേയിരിക്കും. എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ പൗഡർ ഇട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇത് ഷെയ്ഡ് റേഞ്ച് കൊള്ളാം, പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഒരു വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ക്ലൈമറ്റ് അറിയാമല്ലോ, നല്ല ചൂടായിരിക്കും. അപ്പോൾ ഇതും കൂടെ ഒക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിൽക്കാനേ പറ്റില്ല, ഭയങ്കര ഹെവി ആയി ഫീൽ ചെയ്യും ഫേസിൽ. അപ്പോൾ ഈ പ്രോഡക്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. നെക്സ്റ്റ് മാഴ്സിൻ്റെ ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇതും നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇറങ്ങിയ സമയത്ത് നല്ല ട്രെൻഡിങ് ആയിരുന്നു. ഇങ്ങനെ ഷേക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യും, ഗ്ലോസ് ഉണ്ടാവും, ട്രാൻസ്ഫർ ആകത്തില്ല. ഇതിൻ്റെ അവസ്ഥ ഇപ്പം നോക്കണേ, ഷെയ്ഡ് പോലും വരുന്നില്ല, ആ ഒരു എന്തോ ഒരു ഗ്ലോസ് മാത്രം വരുന്നു, ഷെയ്ഡില്ല, അത് ഷെയ്ഡ് കട്ടിയായിപ്പോയി. അത്രയ്ക്ക് ദയനീയമാണ് ഈ ഒരു ലിപ് ഗ്ലോസിൻ്റെ അവസ്ഥ. ഇത് മേടിച്ച സമയത്തും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര സ്റ്റിക്കി ആയിരുന്നു. ഇങ്ങനെ വെക്കുമ്പോഴേ ഭയങ്കര ഇറിറ്റേഷനാണ്, ലിപ്സിൽ എന്തോ ഇങ്ങനെ കിടക്കുന്നു, തുടച്ച് കളയണം എന്നൊരു ഫീലാണ്. ഇതും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് ഇപ്പോൾ കളറ് പോലും ഇല്ല, അത്രയ്ക്ക് അവസ്ഥയാണ്, വേസ്റ്റ്. ലാസ്റ്റ് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐലൈനറും സ്റ്റാമ്പും കൂടെ ഉള്ളൊരു പ്രൊഡക്റ്റാണ്, കാണിച്ചു തരാം. ഇവിടെ ഐലൈനർ, വിങ് ലൈനർ ഇടാൻ പറ്റും. ആൻഡ് വിങ് ലൈനർ ഇടാൻ വേണ്ടി എളുപ്പമാക്കാനുള്ള പ്രൊഡക്റ്റാണ് അടുത്തത്, ഈ ഒരു സ്റ്റാമ്പ് സംഭവം. കണ്ടോ, ഇതുകൊണ്ട് ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്യാം. ഇത് നോക്ക്, സ്റ്റാമ്പില്ല, സ്റ്റാമ്പ് യൂസ്ലെസ് ആയി. ഇത് ഞാൻ മേടിച്ച് രണ്ട് പ്രാവശ്യമേ എനിക്ക് യൂസ് ചെയ്യാൻ യോഗം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഈ സ്റ്റാമ്പ് വർക്കിംഗ് അല്ല. പക്ഷേ ഈ ഒരു ഐലൈനർ വർക്കിംഗ് ആണ്, അത് മോശം പറയണ്ട. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് തന്നെ ഇങ്ങനെ ഒരു സ്റ്റാമ്പ് വരുന്നു, അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് വിങ് ഇടാം എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ സ്റ്റാമ്പ് മേടിച്ച് രണ്ടാമത്തെ യൂസ് സ്റ്റാമ്പ് അടിച്ചുപോയി. ആദ്യം ഞാൻ വരച്ച എൻ്റെ പ്രോഡക്റ്റിൻ്റെ മാത്രം കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് മനസ്സിലായി ഈ പ്രോഡക്റ്റ് ഉടായിപ്പാ എന്ന് എനിക്ക് മനസ്സിലായി. ഇത് വേസ്റ്റ് ആയിപ്പോയി, ഇതിൻ്റെ മേടിച്ച ഉപയോഗം ഒന്നും നടന്നില്ല. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ മേടിക്കണം, ലിങ്ക് താഴെ കൊടുക്കാം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ പ്രോഡക്റ്റ്സിൽ നിന്നൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ഇതായിരുന്നു. നിങ്ങൾക്ക് ഇതിലൊക്കെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് ഉണ്ടോ, അല്ല നിങ്ങൾക്കും സെയിം എക്സ്പീരിയൻസ് ആണോ അല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.